ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി സമൂസയാണ്. വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടും വളരെ കുറഞ്ഞ മസാല കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് 5 എണ്ണം നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം 3 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പം ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇത് വഴറ്റിയെടുക്കുമ്പോഴത്തേന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കന് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതാണിത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും മാത്രമേ ചേർത്ത് പുഴുങ്ങിയെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉരുളൻകിഴങ്ങും കൂടി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. വെറും മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇവ നന്നായി ഉടച്ചെടുക്കണം. ചിക്കൻ അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചെടുക്കണം. അപ്പം ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ മൂടി തുറന്ന് നോക്കാം. ഉള്ളി ഏകദേശം വഴറ്റി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി നന്നായി വഴറ്റിയെടുക്കണം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നത് വരെ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കണം. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവ എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. തീ കുറച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതൽ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി ഇളക്കിയെടുക്കണം. ഇപ്പോൾ മസാല ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 4 ബ്രെഡ് നന്നായി പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. അപ്പം ചേർത്ത് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശമൊക്കെ ചൂടാറി റെഡി ആയിട്ടുണ്ട്. ഇനി സമൂസ പതിരിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഓരോരുത്തരായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് സമൂസൻ്റെ പതിരിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. നന്നായി ഫില്ല് ചെയ്ത് മടക്കിയതിന് ശേഷം മൈദൻ്റെ മാവും കൂടി അതിനൊരു പശാക്കി എടുത്തിട്ട് വെള്ളം ചേർത്ത് പശാക്കി എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള സമൂസയും കൂടി ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമൂസകൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അതിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് പാൻ കത്തിച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ സമൂസ ഇട്ടെടുത്ത് നന്നായി പൊരിച്ചെടുക്കണം. സമൂസക്ക് നല്ല ബ്രൗൺ നിറം വരണം, അതുവരെ നന്നായി വേവിച്ചെടുക്കണം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഓരോ ഭാഗം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂസ നന്നായി റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്, ലോങ് വേണ്ട എന്ന് കരുതിയിട്ട്. അപ്പോൾ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്ത് മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ മസാലക്കൂട്ട് കൊണ്ട് കട്ട്ലേറ്റും ഉണ്ടാക്കാൻ പറ്റും, ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പറ്റും, സമൂസ ഉണ്ടാക്കാൻ പറ്റും. എല്ലാ റെസിപ്പീസിനും പറ്റുന്ന നല്ലൊരു മസാലക്കൂട്ടുമാണ്. അപ്പോൾ ഞാൻ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.